ഹലോ എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് തലേദിവസം അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ച് അപ്പം ആക്കിയിട്ട് വിട്ട് പോരുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ആ മാവ് ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പഴവും ഉണക്കമുന്തിരിയും ഒക്കെ കൂടി അരിഞ്ഞിട്ടിട്ട് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വട്ടയപ്പൊക്കെ പോലെ കിട്ടത്തില്ലേ, അതാട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാക്കിയത്. കാരണം ഇനി ഈ മാവ് വെച്ച് അപ്പം ഉണ്ടാക്കിയാൽ റെഡി ആവത്തില്ല. ഒത്തിരി സമയമെടുത്ത് വേണം അപ്പം ആക്കാനും. പാനിൽ നിന്ന് വിട്ടു പോരുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന പച്ചക്കറി സാധനങ്ങളുമാണ്. ഇന്നലെ രാത്രി എടുത്തു വെക്കാൻ തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഇന്ന് രാവിലെയാണ് തുറന്ന് നോക്കുന്നത്. ഇതിൽ എല്ലാത്തരം പച്ചക്കറി ഉള്ളതുകൊണ്ട് തന്നെ അവിയലാക്കാമെന്ന് കേട്ടോ ഞാൻ കരുതുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയൊന്നും ആരും കഴിക്കത്തില്ല, പിറക്കി മാറ്റിക്കളയും. അവിയലാകുമ്പോൾ തേങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇവിടെ കൂട്ടും കേട്ടോ അവിയൽ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള കറി പരിപാടി എന്ന് പറയുന്നത് അവിയലാട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ആവുന്നതുകൊണ്ട് തന്നെ കറി അങ്ങ് വെച്ചേക്കാം. അപ്പോൾ പിന്നെ അതിന് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അല്ലെങ്കിലും കറി വെച്ചേ പറ്റത്തുള്ളൂ, പുള്ളിക്ക് ചോറ് കൊണ്ടുപോകണം. ബാക്കിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ സൈക്കിൾ കൊണ്ടുവന്ന് ഭിത്തിമേ ഇടിപ്പിക്കുന്ന സൗണ്ടാട്ടോ ഈ കേൾക്കുന്നത്. എനിക്ക് അറിയാവുന്ന പോലെയുള്ള രീതിക്കാണ് ഞാൻ അവിയൽ കഷ്ണമൊക്കെ അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇവിടെ ഭയങ്കര മഴയും ഭയങ്കര കാറ്റൊക്കെയാണ്. കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലതാനും. കറിയും കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെച്ച് പിന്നെ നമ്മുടെ വട്ടയപ്പം സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വട്ടയപ്പം ആക്കിയിട്ട് കറക്റ്റായി കിട്ടി. അപ്പം ആക്കിയിട്ട് റെഡിയാവുന്നുണ്ടായില്ലേ. അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഞാൻ മൊത്തത്തിൽ കാണിക്കാത്ത ഭയങ്കര ബോറായിരിക്കും കേട്ടോ വീഡിയോ. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെയല്ല നടക്കുന്നത്. അത് തന്നെ വീഡിയോ എടുത്തിടുമ്പോൾ കാണുന്ന നിങ്ങൾക്കും മടുക്കും. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ.